നടി മാല പാർവതിയും ടെലിഫോൺ ലൈനിലുണ്ട്. മാല പാർവതി, ഇപ്പോൾ പൾസർ സുനി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ ഇതാദ്യമായി ഒരു മാധ്യമത്തിനോട് ഇയാൾ തുറന്നു പറയുന്നു എന്നുള്ളതാണ്. നേരത്തെ കേരളം കേട്ട കാര്യങ്ങളൊക്കെ ഇതിൽ പ്രധാനമായിട്ടുണ്ട്. കാരണം ദിലീപാണ് തനിക്ക് കൊട്ടേഷൻ നൽകിയത്. അത് 2.5 കോടിയായിരുന്നു. അതിൽ മുഴുവൻ പണവും കിട്ടിയിട്ടില്ല. അതേസമയം ഈ ബലാത്സംഗത്തിന്റെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് തന്റെ പക്കലുണ്ട് എന്ന് കൂടിയാണ് അയാൾ ഇപ്പോൾ പറയുന്നത്. ആ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് അയാൾ പറയുന്ന മറ്റൊരു കാര്യം, അതിലെ ദൃശ്യങ്ങൾ ദിലീപ് പലർക്കും ചോർത്തിയിട്ടുണ്ട്. 1000-5 പേർ വീതം ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുമാണ് മാല പാർവതി. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് റിപ്പോർട്ടർ വെളിയിട്ടിരിക്കുന്നത്. നമ്മൾ വാർത്ത ശ്രദ്ധയോടെ കേൾക്കുകയും കാണുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു സംശയത്തിന് ഇടയിൽ നൽകാത്ത രീതിയിലാണ് പൾസർ സുനി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഒരു പക്ഷേ സിനിമാ മേഖലയിൽ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവർ പോലും, അല്ലെങ്കിൽ നിരന്തരമായി സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പോലും അറിയാത്ത സിനിമയിലെ കറുത്ത ഏടുകൾ, അല്ലെങ്കിൽ അതിന്റെ അടിയിലുള്ള കാര്യങ്ങളാണ് പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത്. നടി ബന്ധപ്പെട്ട വിഷയമായി അതിനുശേഷം ഉണ്ടാകുന്ന ചർച്ചകളും മാധ്യമങ്ങളുടെ സജീവമായ ഇടപെടലുകളും സിനിമയെ കുറച്ചും കൂടെ സേഫ് ആക്കി എന്ന് പറയുന്നതിൽ ആശ്വാസമുണ്ട്. പക്ഷെ എന്തെല്ലാമാണ് സിനിമയിൽ നടന്നിരുന്നത്, എത്രയോ പേർക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ അവരുടെ ഡേറ്റ്സ്, അവരാരുടെ കൂടെ അഭിനയിക്കണം, ഇതെല്ലാം കൺട്രോളിലാക്കിക്കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി, അങ്ങനെ ഒരു ലോകം സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് അറിയുന്നത് വളരെ ഭീതി ഉണർത്തുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ പുറത്തു വന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇയാൾ ഒരു ക്രിമിനൽ കേസ് പ്രതിയാണ്, ഒരു ക്രിമിനലാണ്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ, പക്ഷേ അയാൾ താൻ ചെയ്ത കാര്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് പറയുന്ന കാര്യം. ഈ സിനിമാ മേഖലയിൽ ഈ തരത്തിൽ ഭീഷണിപ്പെടുത്തിയുള്ള പീഡനങ്ങൾ നേരത്തെയും സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അയാൾ പറയുന്നു. അതെ, അത് തുടക്കത്തിൽ നമ്മളങ്ങനെ കേട്ടിരുന്നു. 1-2 പെൺകുട്ടികളൊക്കെ ഇതിലെ പെട്ടിരുന്നു. ഒന്ന് മേനക ചേച്ചിയുടെ കാര്യമൊക്കെ ചേച്ചി തുറന്നു പറഞ്ഞിരുന്നല്ലോ. ചേച്ചി ഒരു പ്രാവശ്യം പിടിച്ചോണ്ടുപോയി, പിന്നെ ആരോ വിളിച്ചോണ്ടുപോയി തിരിച്ചു വിട്ടെന്നൊക്കെ. അപ്പൊ അതിന് മുമ്പേക്കും 2-3 പെൺകുട്ടികളുടെ പേര്, പക്ഷെ അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി. ഞാൻ അന്നത് ആ സമയത്ത് ചർച്ചയ്ക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ മീഡിയ വനിലാണെന്ന് തോന്നി. ഞാൻ ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു ഇതൊക്കെ എന്താണ്, ഡാർക്ക് വെബിൽ കൊടുക്കാനാണോ എന്ന് വെച്ചാൽ ഇതെങ്ങനെ ലീക്ക് ചെയ്യാനാണ്, ഇതൊക്കെ അന്വേഷണത്തിൽ പെടുത്തണം. പക്ഷെ അത് പിന്നീട് ആ ചർച്ചയിൽ അതൊന്നും വന്നിരുന്നില്ല. പക്ഷെ ഇപ്പൊ റിപ്പോർട്ടർ വന്നപ്പോ ഇത് കുറച്ചും കൂടെ ഇതിന്റെ ഒരു വ്യാപ്തി, ഇതിന്റെ ഒരു ഭീകരത എല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. വളരെ ഭയത്തോടെയും ആശങ്കയോടെയാണ് കാണുന്നത്. അപ്പൊ ഇതൊട്ടും ലൈറ്റ് ആയിട്ടുള്ള ഒരു വിഷയമേ അല്ല. അപ്പൊ ഒരു പൾസർ സുനിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വേറെ എത്രയോ പേര് അതിന്റെ പിന്നിലൊക്കെ കാണും അല്ലേ? തീർച്ചയായിട്ടും മാത്രമായിരിക്കുമല്ലോ. പക്ഷെ മാല പാർവതി, 2017 ഈ സംഭവം നടന്ന ശേഷം 2-3 ഘട്ടങ്ങളായി, ഒരുപക്ഷെ ഇതിനെ 3-ാം ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. 2-ാം ഘട്ടത്തിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലായിരുന്നല്ലോ. സിനിമാ മേഖലയിൽ WCC വരുന്നു. WCCയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അത് ആ സിനിമാ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടല്ലോ. ഹേമ കമ്മിറ്റി വരുന്നു, അതിൽ വെളിപ്പെടുത്തലുണ്ടാകുന്നു. അത് പുറത്തേക്ക് വരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അത് സിനിമാ മേഖലയിൽ ഏത് തരത്തിലുള്ള വ്യത്യാസമുണ്ടാക്കി എന്നതും പ്രധാനപ്പെട്ട വിഷയമാണ്. ആ രൂപത്തിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ലേ? ഒന്ന് ഉറപ്പായിട്ടുണ്ട്. WCC നമുക്ക് അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് അവര് കുറെ കൂടി ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തി വേറൊരു തരത്തിൽ വേണമായിരുന്നു. അത് എന്റെ ഒരു വ്യക്തിപരമായ കാര്യമാണ്. കുറച്ചു പേരിൽ മാത്രമല്ലായിരുന്നു ഒതുങ്ങേണ്ടതിന്, കുറച്ചും കൂടി ഒരു സ്ട്രക്ചർ വേണമായിരുന്നു എന്നൊക്കെ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന. അത് പക്ഷെ എന്നാലും ഇവരുടെ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും വലിയ മാറ്റം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്ത് ഇപ്പൊ പാർവതി തിരുവത്തായാലും, പിന്നെ അഞ്ജലി മേനോൻ, രേവതി, പത്മപ്രിയ, റീമ കല്ലിങ്കൽ, അവയെല്ലാം അവരുടെ ഒരു ഇടപെടൽ ചെറിയ ഇടപെടലായിരുന്നില്ല. ഗീതു മോഹൻദാസ് ഒരിക്കലും ഞാൻ ചെറിയ ഇടപെടലായിട്ട് കാണുകയില്ല. അത് ഒന്നാമത് അവർക്ക് കുറെ കൂടെ സിനിമയിൽ വളരെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളെപ്പോലെ ഇങ്ങനെ ദൂരെ നിന്നിട്ട് ഇങ്ങനെ ക്യാരക്ടർ റോൾസ് ചെയ്യാൻ വരുന്നവരല്ല. നായിക ക്യാരക്ടർ ചെയ്തിരുന്ന ആൾക്കാരാണ് അവരെല്ലാം ഒന്നിച്ച് വന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അത് ഞാൻ പറയുന്നത് ഈ സിനിമാ മേഖലയിൽ നിന്നും വന്നവരും പോയവരുമായിട്ടുള്ള എത്രയോ സ്ത്രീകൾ ഇന്നും ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അവര് തുറന്നു പറയണം എന്നാണ് അവരനുഭവിച്ചിട്ടുണ്ടെങ്കിൽ. സിനിമ മേഖലയിൽ നമ്മുടെ ചാൻസ്, നമ്മുടെ ഇമേജ് എന്നൊക്കെ ഉള്ളതിനുപരി നമ്മുടെ നാട്ടിലെ ഒരു ക്രൈമാണിത്. ആ ക്രൈം പുറത്തു വരേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു മേഖലയിൽ, ഇപ്പൊ ബോംബെയിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഡോൺസിന്റെ കയ്യിലായി പോവാറുണ്ട് നടിമാർ, അവസാനം ഒരു ആത്മഹത്യ ചെയ്യുന്നു. ദിവ്യഭാരതിയെ കുറിച്ചൊക്കെ നമുക്ക് അറിഞ്ഞൂടാത്ത കഥകളാണ്. പക്ഷെ ഈവൻ ശ്രീദേവിയുടെ മരണം, മഹാനടിയായിട്ടുള്ള അവരുടെ മരണം പോലും പല എപ്പോഴും ഈ ദുരൂഹമായ കഥകളിൽ പെട്ടുപോകാതെ നമുക്ക് സത്യസന്ധമായിട്ട് നമ്മുടെ ഇനി വരാനിരിക്കുന്ന ജനറേഷന് വേണ്ടിയിട്ടെങ്കിലും അനുഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ തുറന്നു പറയട്ടെ.
അവർ പറഞ്ഞാൽ മാത്രമേ ഇത് മാറ്റം വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ഈ ക്രൈം ഇങ്ങനെ വെച്ച് പൊറപ്പിക്കേണ്ട കാര്യമില്ല. ഇതൊരു തൊഴിലിടമല്ലേ, നമുക്ക് സുരക്ഷിതമായി വന്ന് ജോലി ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു തൊഴിലിടമാക്കി ഇത് മാറ്റണം. അത് വൃത്തിയാവേണ്ടതുണ്ട്. ഇത് ഭയങ്കര ഭീതിയും ഭയങ്കര ഞെട്ടിപ്പോയി നിങ്ങളുടെ വെളിപ്പെടുത്തൽ. തീർച്ചയായും വളരെ നന്ദി മാലാപാർവതി. അതോടൊപ്പം തന്നെ ഒരു കാര്യം, ഈ പറയുന്ന ഈ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ളയാൾ സിനിമാ മേഖലയിൽ നന്നായി വിലസിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതല്ലേ ഇത് നമ്മള് ഇതിനകത്ത് വെച്ചാൽ പല ഇതിനകത്ത് കുടിപ്പകയുടെയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. എനിക്കടക്കം ഉണ്ടായിരുന്നു. എന്തുവാണ് വരട്ടെ, തെളിവ് വരട്ടെ, കോടതി പറയട്ടെ എന്നൊക്കെ വിചാരിച്ചോണ്ട് എന്നുവെച്ചാൽ വിശ്വസിക്കാത്തോണ്ടൊന്നും അല്ല. പക്ഷെ എന്തുവാണെന്ന് വെച്ചാൽ പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് അതിനകത്ത് നിൽക്കുമ്പോഴേ. അപ്പൊ എന്തുവാണ് വരട്ടെ. അപ്പൊ ഒരു സ്റ്റാൻഡും എടുക്കാത്ത ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ കേക്കട്ടെ, എന്താണ് വരട്ടെ. പക്ഷെ ഇതിനകത്തൊരു ക്ലാരിറ്റി ഇനി വേണ്ടല്ലോ. അതെ, അത്രയ്ക്ക് ക്ലാരിറ്റി വന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. വളരെ ക്ലിയർ ആണെന്ന് വെച്ചാൽ എന്തിനാണ് ഏതാണെന്നെല്ലാം പുള്ളി പറയല്ലേ. എന്നാലും റോഷിപാലിന്റെ അഭിനന്ദനങ്ങൾ. ഇത് റോഷിപാലും ആരോഗ്യത്തോടെ ഇരിക്കണം, സേഫ് ആയിട്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭയങ്കര പ്രശ്നമുണ്ട്. ഞാനതാണ് ആദ്യം ആലോചിച്ചത്. മെഡിക്കലായിട്ടുള്ള റിപ്പോർട്ടറാണ്. റോഷിപാല് സൂക്ഷിക്കണം എന്നാണ് എനിക്ക് ആദ്യമേ തോന്നിയത്. ഉറപ്പായിട്ടും റിപ്പോർട്ടർ ഇപ്പോ എല്ലാ കാലത്തും നികേഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ത്യ വിഷൻ മുതലുള്ള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഇപ്പൊ അഭയ കേസായാലും എല്ലാം ഞാൻ ഐസ്ക്രീം കേസായാലും ഞാൻ ഓർത്തു പോവാണ്. നിങ്ങളുടെ ഒരു പാരമ്പര്യം നിങ്ങൾ വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ റോഷിപാലിനെ വളരെയധികം റോഷിപാല് സൂക്ഷിക്കണം. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മാലാപാർവതി പറഞ്ഞത്. റോഷിപാല് പല ഘട്ടത്തിലും ഈ തരത്തിലുള്ള ഭീഷണികൾ ഈ വാർത്തയുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്.